നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. BLS ഇന്റർനാഷണൽ വിലക്കേർപ്പെടുത്തി വിദേശകാര്യ മന്ത്രാലയം. 2 വർഷത്തേക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ടെൻഡറുകളിൽ പങ്കെടുക്കാൻ കഴിയില്ല. നടപടി കോടതി കേസുകളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിലെന്ന് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റൈനിൽ നാളെ നടക്കുന്ന വിദേശ മലയാളി സംഗമത്തിൽ പങ്കെടുക്കും. അഫ്ഗാൻ പാക് സംഘർഷത്തിൽ 48 മണിക്കൂർ വെടിനിർത്തലിന് ധാരണ. വെടിനിർത്തലിന് ആവശ്യപ്പെട്ടത് അഫ്ഗാനെന്ന് പാകിസ്ഥാൻ നിഷേധിച്ച അഫ്ഗാൻ. അതിർത്തികളിലുണ്ടായ സംഘർഷത്തിൽ 20ഓളം താലിബാൻകാരും പാക് സൈനികരും കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. ആറന്മുളയിലെ വള്ളസദ്യ ആചാര ലംഘന വിവാദത്തിൽ വെട്ടിലായി ദേവസ്വം ബോർഡ്. വിവാദമുണ്ടാക്കിയത് ബോർഡെന്ന് പള്ളിയോട സേവാ സംഘം. പൂർണ്ണ ഉത്തരവാദികൾ പള്ളിയോട സേവാ സംഘം എന്ന് ക്ഷേത്രം ഉപദേശക സമിതി. ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി ദേവസ്വം ബോർഡ്. ക്ഷേത്രത്തിലെ ആചാരം മന്ത്രിക്കറിയണമെന്നില്ലെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. വിവാദം ആസൂത്രിതമെന്ന് VN വാസവൻ. ഹിജാബ് വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി മന്ത്രി V ശിവൻകുട്ടി. സമവായമുണ്ടെങ്കിൽ നല്ലതെന്നും അത് അവിടെ തീരട്ടെയെന്നും വിശദീകരണം. മാനേജ്മെന്റിനോട് വിശദീകരണം ചോദിക്കുമെന്നും മന്ത്രി. വിദ്യാർത്ഥിനിയെ പുറത്താക്കിയിട്ടില്ലെന്ന് എറണാകുളം പള്ളുരുത്തി സ്കൂൾ അധികൃതർ. DDയുടേത് തെറ്റായ റിപ്പോർട്ടെന്ന് സർക്കാരിന് രേഖാമൂലം മറുപടി നൽകി പ്രിൻസിപ്പൽ. വിദ്യാഭ്യാസ മന്ത്രി വർഗീയ വികാരം ആളിക്കത്തിക്കുന്നുവെന്ന് BJP. നിരവധി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പാസ്പോർട്ട് വിസ സേവന കേന്ദ്രം നടത്തുന്ന BLS ഇന്റർനാഷണൽ വിലക്കേർപ്പെടുത്തി വിദേശകാര്യ മന്ത്രാലയം. അടുത്ത 2 വർഷത്തേക്ക് മന്ത്രാലയത്തിന്റെ പദ്ധതികളിൽ ഭാഗമാകുന്നതിനാണ് വിലക്ക്. കമ്പനിക്കെതിരെ നിലവിലുള്ള പരാതികളും കേസുകളും കണക്കിലെടുത്താണ് നടപടി. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ 19 രാജ്യങ്ങൾ BLS ഇന്റർനാഷണലാണ് ഇന്ത്യൻ എംബസികൾക്ക് വേണ്ടി പാസ്പോർട്ട് വിസ സേവനങ്ങൾ നൽകുന്നത്. കോടതി കേസുകളുടെയും ചില പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് BLS ഇന്റർനാഷണലിന് വിദേശകാര്യ മന്ത്രാലയം വിലക്കേർപ്പെടുത്തിയത് എന്നാണ് സൂചന. 2 വർഷത്തേക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ടെൻഡറുകളിൽ BLS ഇന്റർനാഷണലിന് പങ്കെടുക്കാൻ സാധിക്കില്ല. എന്നാൽ നിലവിലെ കരാറുകൾക്ക് വിലക്ക് ബാധകമല്ലെന്ന് കമ്പനി അറിയിച്ചു. ഗൾഫ് മേഖലയിലടക്കം 60 രാജ്യങ്ങളിൽ നിലവിൽ പാസ്പോർട്ട് വിസ സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് BLS ഇന്റർനാഷണൽ. കമ്പനിയുടെ ഓഹരികളിൽ വലിയ ഇടിവിന് കാരണമായ ഈ നീക്കം പ്രവാസികൾക്കിടയിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് പാസ്പോർട്ട് പുതുക്കൽ, വിസ പ്രോസസിംഗ്, ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ എന്നിവയുൾപ്പെടെ എല്ലാ സേവനങ്ങളും നിലവിലുള്ള കേന്ദ്രങ്ങൾ വഴി പതിവ് പോലെ തുടരുമെന്ന് BLS ഉറപ്പു നൽകി. നിലവിൽ BLSുമായി പ്രവർത്തിക്കുന്ന എംബസികളും കോൺസുലേറ്റുകളും സേവന തടസ്സങ്ങൾ നേരിടേണ്ടി വരില്ല. ഫെബ്രുവരിയിൽ ക്ഷണിച്ച ഈ ടെൻഡർ ജൂണിൽ റദ്ദാക്കി. നിർദ്ദിഷ്ട 14 കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ BLSും ബിഡ് നൽകിയിരുന്നു. UAEയിലെ BLS കേന്ദ്രങ്ങളിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവനങ്ങൾ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയുമായും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായുള്ള കരാർ കാലാവധി തീരുന്നതുവരെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. വിദേശ പര്യടനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റൈനിൽ നാളെ പ്രവാസി മലയാളി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. നവംബർ 9 വരെയാണ് മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനം. ബഹ്റൈൻ കേരളീയ സമാജത്തിലാണ് പൊതുപരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. പ്രവാസികൾക്കായി ഇടത് സർക്കാർ ചെയ്ത കാര്യങ്ങളും പുതിയ പദ്ധതികളും വിശദീകരിക്കുക, നോർക്ക, മലയാള മിഷൻ പരിപാടികളിൽ പങ്കെടുക്കുക എന്നിവയായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം. ബഹ്റൈനിൽ നിന്ന് സൗദിയിലേക്ക് പോകാനായിരുന്നു തീരുമാനം. എന്നാൽ സൗദിയിലേക്ക് പോകാൻ അനുമതിയില്ലാത്തതിനാൽ സന്ദർശനം ഒഴിവാക്കിയിട്ടുണ്ട്. 24, 25 തീയതികളിൽ ഒമാനും 30 ഖത്തറും സന്ദർശിക്കും. നവംബർ 7, 8 തീയതികളിൽ കുവൈറ്റ് സന്ദർശിക്കും. നവംബർ 8, 9 തീയതികളിൽ UAEയിലെ പരിപാടികളിലും പങ്കെടുക്കും. മന്ത്രി സജി ചെറിയാൻ, പേഴ്സണൽ അസിസ്റ്റന്റ് VM സുനീഷ് എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാകിസ്ഥാനും അഫ്ഗാനും ഇടയിൽ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ഇതിനിടെ 48 മണിക്കൂർ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തി. വെടിനിർത്തലിന് ആവശ്യപ്പെട്ടത് അഫ്ഗാൻ എന്ന് പാകിസ്ഥാൻ പറഞ്ഞു. എന്നാൽ പാകിസ്ഥാനാണ് ആവശ്യപ്പെട്ടതെന്ന് അഫ്ഗാൻ തിരിച്ചടിച്ചു. ഇരു രാജ്യങ്ങളിലെയും അതിർത്തികളിലുണ്ടായ ഏറ്റുമുട്ടലിൽ 15 സാധാരണക്കാരും 5 പാക് സൈനികരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. തെക്ക് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ സ്പിൻബോൾഡാക് ജില്ലയെയും പാകിസ്ഥാനിലെ ചമൻ ജില്ലയെയും ബന്ധിപ്പിക്കുന്ന അതിർത്തിയിലാണ് കഴിഞ്ഞ ദിവസത്തെ അതിർത്തി തർക്കങ്ങൾ രൂക്ഷമായ സംഘർഷമായി മാറിയത്. പാകിസ്ഥാന്റെ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതെന്ന് അഫ്ഗാൻ താലിബാൻ വക്താവ് ട്വിറ്ററിലൂടെ വ്യക്തമാക്കി. 100-ലധികം പേർക്ക് പരിക്കേറ്റതായും അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റവരിൽ 80 സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നുവെന്ന് AFP വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു.
സൈന്യം തിരിച്ചടി നൽകിയെന്നും നിരവധി പാകിസ്ഥാൻ സൈനികരെ വധിച്ചെന്നും അഫ്ഗാൻ അറിയിച്ചു. പാകിസ്ഥാന്റെ 3 അതിർത്തി പോസ്റ്റുകൾ അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ സേന പിടിച്ചെടുത്തതായാണ് റിപ്പോർട്ടുകൾ. ഖൈബർ പഖ്തൂൺഖ്വ, ബലൂചിസ്ഥാൻ അതിർത്തികളിലെ പോസ്റ്റുകളാണ് അഫ്ഗാൻ സേന പിടിച്ചെടുത്തത്. സൈനികരിൽ നിന്ന് ആയുധങ്ങളും ടാങ്കറുകളും ഉൾപ്പെടെ പിടിച്ചെടുത്തെന്നും താലിബാൻ വ്യക്തമാക്കി. അതേസമയം താലിബാനാണ് പ്രകോപനമുണ്ടാക്കിയതെന്നും കനത്ത തിരിച്ചടി നൽകിയെന്നും പാകിസ്ഥാൻ പ്രതികരിച്ചു. സംഘർഷത്തിൽ പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് പരിക്കേറ്റതായി പാകിസ്ഥാൻ അറിയിച്ചു. എന്നാൽ ആക്രമണത്തിൽ 6 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞയാഴ്ച അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 50ഓളം പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. വെള്ളിയാഴ്ച പാക് പട്ടാളം അഫ്ഗാൻ അതിർത്തിയിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അഫ്ഗാനിസ്ഥാന്റെ തിരിച്ചടി. ന്യൂസ് ഡെസ്ക് അമൃത TV. ഹിജാബ് വിഷയത്തിൽ സ്കൂളിന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ PTA. സ്കൂളിന്റെ യൂണിഫോം ധരിച്ച് കുട്ടിക്ക് പഠനം തുടരാമെന്ന് PTA വ്യക്തമാക്കി. സംഭവത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് സത്യവിരുദ്ധമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പ്രതികരിച്ചു. അതേസമയം സമവായമുണ്ടെങ്കിൽ നല്ലതെന്നും പ്രശ്നം കൂടുതൽ വഷളാക്കേണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ പഠനം ഒരു തരത്തിലും വിലക്കിയിട്ടില്ലെന്നും സ്കൂളിന്റെ യൂണിഫോം ധരിച്ച് കുട്ടിക്ക് പഠനം തുടരാമെന്നുമാണ് PTA നിലപാട്. സ്കൂൾ ബൈലോ അനുസരിച്ച് യൂണിഫോം ധരിക്കാമെന്ന് സമ്മതിച്ചത് കുട്ടിയുടെ പിതാവാണ്. സ്കൂളിന്റെ നിയമങ്ങൾ മന്ത്രിക്കും തടുക്കാൻ പറ്റില്ലെന്നും PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് സ്കൂൾ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ പ്രവർത്തിപ്പിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. MP വന്നിട്ടുണ്ടായിരുന്നു, കോൺവെന്റിൽ വന്നു പോയി എന്നല്ലാതെ മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചിട്ടില്ല, PTA ആയിട്ട് സംസാരിച്ചിട്ടില്ല. സ്കൂളിന്റെ റൂൾസ് തടുക്കാൻ മന്ത്രിക്കും പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഹൈക്കോടതി ഉത്തരവ് തടുക്കാൻ മന്ത്രിക്ക് പറ്റുമോ? ഹിജാബിന്റെ പേരിൽ വിദ്യാർത്ഥിയെ പുറത്താക്കിയിട്ടില്ലെന്നും എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് സത്യവിരുദ്ധമാണെന്നും സ്കൂൾ പ്രിൻസിപ്പാളും പ്രതികരിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സ്കൂൾ. അതേസമയം സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായി എന്ന മുൻ നിലപാടിൽ മന്ത്രി വി ശിവൻകുട്ടി മാറ്റം വരുത്തി. സ്കൂൾ തലത്തിൽ സമവായമുണ്ടെങ്കിൽ അത് നല്ലതാണെന്നും പ്രശ്നം അവിടെ വെച്ച് പരിഹരിക്കണമെന്നതാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി പറഞ്ഞു. യൂണിഫോമിന്റെ കളറും യൂണിഫോമിന്റെ രീതിയും അത് തീരുമാനിക്കുന്നത് മാനേജ്മെന്റാണ്. അത് നമ്മൾ ഇടപെടാറില്ല. നമ്മൾ പറഞ്ഞ ഒരു പരിഹാര മാർഗം എന്ന നിലയിൽ പറഞ്ഞത്, ഈ കുട്ടി നിർബന്ധപൂർവ്വം ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടേ ഞങ്ങൾ ഇവിടെ പഠിക്കുള്ളൂ എന്നുള്ള നിലയിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ ചില സ്ഥലങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ യൂണിഫോം കളറിന് അതേ സെയിം കളറുള്ള ശിരോവസ്ത്രം കൂട്ടായി ആലോചിച്ച് തയ്യാറാക്കി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യത്യാസം അതിൽ ഉണ്ടാകാൻ വേണ്ടി സാധ്യതയില്ല. അപ്പോൾ അതൊക്കെ ഒരു സഹകരണ മനോഭാവത്തോടുള്ള ഒരു സമീപനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. വിവാദങ്ങൾക്ക് പിന്നിൽ SDPI ആണെന്ന BJP ആരോപിച്ചു. രാജ്യവിരുദ്ധ ശക്തികളെ പാലൂട്ടി വളർത്തുന്ന നിലപാടിൽ നിന്നും സർക്കാരും കോൺഗ്രസും പിന്മാറണമെന്നും BJP ആവശ്യപ്പെട്ടു. SDPIയുടെ ഔദ്യോഗിക ഭാരവാഹികളാണ്. അവർ വലിയ കലാപ അന്തരീക്ഷം സൃഷ്ടിച്ചു. അതിൻ്റെ എല്ലാം വിഷ്വൽസ് പുറത്തുണ്ട്. ഇവരുടെ 10 വോട്ടിന് വേണ്ടി സംസ്ഥാനം ഭരിക്കുന്ന CPM-ഉം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും ഇതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ്. വിവാദങ്ങളെ തുടർന്ന് അടച്ചിട്ട സെന്റ് റീത്ത സ്കൂൾ കനത്ത പോലീസ് കാവലിലാണ് ഇന്ന് തുറന്നത്. എന്നാൽ വിവാദങ്ങൾക്ക് തിരിതെളിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥിനി സ്കൂളിൽ എത്തിയില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അവധിയെടുക്കുന്നുവെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിലെ ആചാരലംഘനത്തിന്റെ പൂർണ്ണ ഉത്തരവാദികൾ പള്ളിയോട സേവാ സംഘമെന്ന് ക്ഷേത്രം ഉപദേശക സമിതി. മന്ത്രിയോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോ കുറ്റക്കാരല്ല. പള്ളിയോട സേവാ സംഘം സ്വന്തം ചെലവിൽ പ്രായശ്ചിത്തം ചെയ്യണമെന്നും ക്ഷേത്രോപദേശക സമിതി ആവശ്യപ്പെട്ടു. എന്നാൽ വള്ളസദ്യ നടത്തിപ്പിൽ നിന്നും തങ്ങളെ ഒഴിവാക്കാനുള്ള നീക്കമാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്ന് പള്ളിയോട സേവാ സംഘം പ്രതികരിച്ചു. ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാരലംഘനം നടന്നതായും പരിഹാരക്രിയകൾ ആവശ്യപ്പെട്ടും ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആവശ്യപ്രകാരം ദേവസ്വം ബോർഡാണ് തന്ത്രിക്ക് കത്ത് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ദേവസ്വം ബോർഡിനും പള്ളിയോട സേവാ സംഘത്തിനുമടക്കം പ്രായശ്ചിത്തം ചെയ്യണമെന്ന് കാട്ടി കത്ത് കൈമാറിയത്. അസിസ്റ്റന്റ് കമ്മീഷണർ ആറന്മുളയുടെ ഒരു കത്ത് എനിക്ക് വന്നു. ഇതേപോലെ അഷ്ടമിരോഹിണി ദിനത്തിലെ അകട്ടെ കാര്യങ്ങളെല്ലാം പൂർവാധികം ഭംഗിയായിട്ട് നടന്നു വന്നു. എന്നാൽ പുറത്തെ എന്തെങ്കിലും പ്രായശ്ചിത്തം വേണമെങ്കിൽ അത് അറിയിക്കണമെന്നും കാണിച്ചുകൊണ്ട് ഇത് പ്രായശ്ചിത്ത വിഷയമാണ് എന്ന് ആർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ആ പ്രായശ്ചിത്തം നിശ്ചയിച്ചത്. സദ്യയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ ഷഡ്യബന്ധിതമായ ഒരു പ്രായശ്ചിത്തം നിശ്ചയിച്ചു, അത്രയേ ഉള്ളൂ. സംഭവത്തിൽ മന്ത്രിമാരോ ദേവസ്വം ബോർഡോ മറ്റ് വിശിഷ്ടാതിഥികളോ ഉത്തരവാദികളല്ലെന്നും പൂർണ്ണ ഉത്തരവാദി പള്ളിയോട സേവാ സംഘമെന്നും ക്ഷേത്രോപദേശക സമിതി ആരോപിക്കുന്നു. പള്ളിയോട സേവാ സംഘം സ്വന്തം ചെലവിൽ പ്രായശ്ചിത്തം ചെയ്യണമെന്നും ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട മന്ത്രിയോ അല്ലെങ്കിൽ അവിടെ വന്ന VIP ഒന്നും അല്ല നമ്മൾ പഠിക്കുന്നത്. കാര്യം അവർക്കൊക്കെ അവരെ ആരും കുറ്റക്കാരല്ല.
കുറ്റക്കാരല്ല. അവർക്ക് ഇതൊന്നും അറിയില്ല. അവരെ കൊണ്ട് ചെയ്യിച്ച പള്ളിയുടെ സേവാ സംഘം മാത്രമാണ് കുറ്റക്കാരൻ. അതേസമയം ആചാരലംഘന വിവാദത്തിന് പിന്നിൽ വള്ളസദ്യ നടത്തിപ്പിൽ നിന്നും പള്ളിയുടെ സേവാ സംഘത്തെ ഒഴിവാക്കാനുള്ള നീക്കമാണെന്നും അതിനായി ക്ഷേത്രോപദേശക സമിതിയും ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും ഗൂഢാലോചന നടത്തിയെന്നും പള്ളിയുടെ സേവാ സംഘം ആരോപിച്ചു. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്നും കൂട്ടിച്ചേർത്തു. ഞങ്ങൾ തന്നെ ആചാരം ലംഘിക്കുന്നു എന്ന് വരുത്തുക എന്നുള്ള ഒരു കാര്യമാണ്. ഇനിയാണെങ്കിൽ ഞങ്ങൾ സഹകരിച്ച് പോകാൻ തയ്യാറാണ്. പക്ഷേ ഈ വള്ളസദ്യ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇതിൻ്റെ പുറകിൽ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. എന്തായാലും അകത്ത് വിളമ്പിയത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ നമ്മൾ തിരുത്തും. കാരണം അതിനകത്ത് എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. നടക്കുന്നത് തെറ്റായ പ്രചരണങ്ങളാണെന്നും ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ പൊറുക്കില്ലെന്നും ചൂണ്ടിക്കാട്ടി CPM രംഗത്തെത്തിയിരുന്നു. ആചാരലംഘനം നടന്നതിന് പ്രായശ്ചിത്തം വേണമെന്ന ക്ഷേത്രതന്ത്രിയുടെ കത്ത് അതീവ ഗൗരവത്തോടെ കാണണമെന്നും ദേവസ്വം മന്ത്രിയും അദ്ദേഹത്തിനൊപ്പം വള്ളസദ്യയിൽ പങ്കെടുത്ത പാർട്ടി നേതാക്കളും ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിഹാരക്രിയകളിൽ ഭക്തിയോടെ പങ്കെടുക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആറന്മുള വള്ളസദ്യ വിവാദത്തിൽ വിശദീകരണവുമായി ദേവസ്വം മന്ത്രി VN വാസവൻ. ആചാരലംഘനം നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ മന്ത്രി വിവാദം ആസൂത്രിതമാണെന്നും കുബുദ്ധിയിലുണ്ടായതാണെന്നും ചൂണ്ടിക്കാട്ടി. ചടങ്ങുകൾ പൂർത്തിയാക്കാൻ സദ്യ കഴിക്കണമെന്ന് പറഞ്ഞു. 31 ദിവസത്തിനു ശേഷം കത്ത് വന്നത് ആസൂത്രിതമാണെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി VN വാസവൻ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ലംഘിക്കുന്നുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP. ആറന്മുളയിലേത് ആചാര ലംഘനമാണ്. ആറന്മുളയിലേക്ക് പോകുന്നതിന് മുൻപ് അവിടുത്തെ ആചാരങ്ങൾ അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നുവെന്നും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടണമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ബഹുമാനായ മന്ത്രി ശ്രീ വാസവൻ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചു കൊണ്ടുപോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ ആറന്മുള ക്ഷേത്രം. ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയായിരുന്നു എങ്കിൽ ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിനനുസൃതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടിയിരുന്നു. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാരിന്റെ പുതിയ നിലപാടിനെ തള്ളി ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ. കോടതിയിൽ മാനേജ്മെന്റുകളുടെ വാദത്തെ എതിർക്കില്ലെന്ന നിലപാട് സ്വീകാര്യമല്ലെന്നും NSSന് ലഭിച്ച ആനുകൂല്യം മറ്റു മാനേജ്മെന്റുകൾക്കും നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കണമെന്ന് സഭാ മേലധ്യക്ഷന്മാർ ആവശ്യപ്പെട്ടു. പള്ളുരുത്തി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയുണ്ടാകുന്ന നീക്കങ്ങളെ ഗൗരവമായി കാണുമെന്നും പാലായിൽ നടന്ന സഭാ നേതൃത്വങ്ങളുടെ യോഗത്തിൽ തീരുമാനമായി. ഭിന്നശേഷി സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികളുമായി നടത്തിയ സമവായ ചർച്ചയിൽ പരിഹാരമായെന്ന് സർക്കാർ ആശ്വസിച്ചിരിക്കുകയാണ് ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ സർക്കാർ നിലപാടിനെ വിമർശിച്ച് രംഗത്തെത്തിയത്. NSSന് സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ച ഉത്തരവിന്റെ ആനുകൂല്യം മറ്റ് മാനേജ്മെന്റുകൾക്കും ലഭ്യമാക്കണമെന്നും ഇതിനായി പ്രത്യേക സർക്കാർ ഉത്തരവ് ഇറക്കണമെന്നും സഭാ നേതൃത്വങ്ങൾ ആവശ്യപ്പെട്ടു. മാനേജ്മെന്റുകളുടെ ആവശ്യത്തെ കോടതിയിൽ എതിർക്കില്ലെന്ന സർക്കാർ നിലപാട് കൊണ്ട് മാത്രം കാര്യമില്ല. വ്യവഹാരം ഒഴിവാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം. സമരമല്ല സഭകളുടെ രീതിയെന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബെസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. ക്രൈസ്തവ സഭയ്ക്കും ബാധകമായിട്ടുള്ളതാണ് എന്ന് ഉത്തരവിറക്കുവാനായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മടിക്കേണ്ട ആവശ്യമില്ല. ക്രൈസ്തവരെ പ്രത്യേകമായി ബാധിക്കുന്നതായ പ്രശ്നങ്ങളിൽ ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് നിന്ന് നീതി നിഷേധമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുവാൻ ഒരുമിച്ച് ശ്രമിക്കണം, കൂട്ടായി ശ്രമിക്കണമെന്നുള്ള ഒരു തീരുമാനമാണ്. പള്ളുരുത്തി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന നീക്കങ്ങളെ ഗൗരവമായി കാണുന്നുവെന്നും ഇത് സംബന്ധിച്ച് ഗൗരവമായ പഠനം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പള്ളുരുത്തിയിൽ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അത് ഏത് സ്വഭാവത്തിലുള്ളതാണ്, അതിന്റെ പ്രേരണ എന്താണ്, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്, ഈ വിഷയങ്ങളെക്കുറിച്ച് ഗൗരവമായി പഠിക്കാൻ യോഗം തീരുമാനിച്ചു. ക്രൈസ്തവ സഭകളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പാലാ ബിഷപ്സ് ഹൗസിൽ നടന്ന കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ പ്രതിനിധി സമ്മേളനത്തിന് ശേഷമാണ് ആനുകാലിക വിഷയങ്ങളിൽ സഭാ നേതൃത്വങ്ങൾ നിലപാട് വിശദീകരിച്ചത്. അമൃത ന്യൂസ്, കോട്ടയം. കുവൈറ്റിൽ പ്രവാസികളുടെ മാതാപിതാക്കളുടെ ആശ്രിത വിസ അനുവദിക്കുന്നതിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. മതിയായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രായമായവരോ വിധവകളോ ആയ മാതാപിതാക്കളെ ആശ്രിത വിസയിൽ കൊണ്ടുവരുന്നതിനുള്ള അപേക്ഷകൾ പോലും നിരസിക്കുന്നതായാണ് റിപ്പോർട്ട്. എന്നാൽ ഭാര്യ, കുട്ടികൾ എന്നിവരെ കൊണ്ടുവരുന്നതിനുള്ള അപേക്ഷകൾക്ക് അനുമതി നൽകുന്നുമുണ്ട്. വിദേശികളുടെ കുടുംബ വിസയുമായി ബന്ധപ്പെട്ട് ഈ വർഷം മുതൽ ആഭ്യന്തര മന്ത്രാലയം ഉദാരമായ സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. മാനുഷിക പരിഗണന മുൻനിർത്തി വിധവയായോ ഒറ്റയ്ക്കായോ നാട്ടിൽ കഴിയുന്ന മാതാപിതാക്കളെ
പരിപാലിക്കാൻ മറ്റാരുമില്ലാത്തവർക്ക് ആശ്രിത വിസയിൽ കൊണ്ടുവരുന്നതിന് പ്രത്യേക അനുമതി നൽകിയിരുന്നു. പിതാവിന്റെയോ മാതാവിന്റെയോ മരണ സർട്ടിഫിക്കറ്റ്, അപേക്ഷകനുമായുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകൾ, അപേക്ഷകന്റെ ശമ്പള സർട്ടിഫിക്കറ്റ്, സിവിൽ ID, വർക്ക് പെർമിറ്റ്, വാടക കരാർ എന്നിവയോടൊപ്പം വരുന്നയാളുടെ പ്രത്യേക മെഡിക്കൽ ഇൻഷുറൻസ് എന്നീ രേഖകളാണ് ഇതിനായി സമർപ്പിക്കേണ്ടത്. എന്നാൽ ഇത്തരത്തിൽ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടുള്ള പല അപേക്ഷകളും നിരസിച്ചതായാണ് റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റൺവേകളിൽ ഒന്നായി കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 3ാമത്തെ റൺവേ. ഈ മാസം 30-ന് പ്രവർത്തനം ആരംഭിക്കുന്ന പുതിയ റൺവേയും പുതിയ എയർ ട്രാഫിക് കൺട്രോൾ ടവറും കുവൈറ്റ് വ്യോമയാന ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്ലാനിംഗ് ആൻഡ് പ്രോജക്ട്സ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ സാദ് അൽ ഒതൈബി വ്യക്തമാക്കി. സുരക്ഷാ നിലവാരം വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഇരു പദ്ധതികളും സഹായകമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, യാത്രക്കാർക്ക് നൽകുന്ന സേവനങ്ങൾ മെച്ചപ്പെടുത്തുക, രാജ്യത്തിന്റെ പൊതുവരുമാനം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമാക്കി നടത്തുന്ന സമഗ്ര വികസന പദ്ധതിയിൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം നിർണായകമാണെന്നും ഒതൈബി വ്യക്തമാക്കി. 4.58 കിലോമീറ്ററാണ് ഈ റൺവേയുടെ നീളം. കുവൈറ്റിലെ മരുഭൂമിയിൽ വാറ്റുചാരായ നിർമ്മാണ കേന്ദ്രം നടത്തിയ 6 പ്രവാസികൾ അറസ്റ്റിലായി. അബ്ദലിയിലെ മരുഭൂമി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അനധികൃത മദ്യ ഫാക്ടറിയിൽ നിന്നാണ് നിർമ്മാണം നടത്തിയിരുന്ന 6 ഏഷ്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തത്. റെയ്ഡിനിടെ വാറ്റിയെടുക്കൽ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ബാരലുകളും മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങൾ, വസ്തുക്കൾ എന്നിവയും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. കൂടാതെ നിറച്ച് വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ പ്രാദേശികമായി നിർമ്മിച്ച നിരവധി മദ്യക്കുപ്പികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ അറസ്റ്റിലായ 6 വ്യക്തികളും മദ്യം നിർമ്മിച്ച് വിൽപ്പനയ്ക്കായി വിതരണം ചെയ്തതായി സമ്മതിച്ചു. ഗ്ലോബൽ KMCC താഴേക്കോട് സംഘടിപ്പിച്ച ഹരിതാഭം 2025 കുടുംബസംഗമം ശ്രദ്ധേയമായി. 1500ഓളം വരുന്ന പ്രതിനിധികൾ പങ്കെടുത്ത പരിപാടി പാണക്കാട് സയ്യിദ് റാജിഹ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പിലാക്കൽ ഷൗക്കത്ത് അലി അധ്യക്ഷനായി. നജീബ് കാന്തപുരം MLA മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. പ്രഗത്ഭ ട്രെയിനർ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ ക്ലാസിന് നേതൃത്വം നൽകി. അഡ്വക്കേറ്റ് N. സൂപ്പി, കുഞ്ഞുമോൻ കാക്കിയ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒപ്പുശേഖരണവും നടത്തി. ഡോക്ടർ അൻഫൽ നാലകത്ത് പ്രമേയ അവതരണവും നടത്തി. ഷുക്കൂർ മദനി അമിനിക്കാട് പ്രാർത്ഥന നിർവഹിച്ചു. തൃശൂർ പുള്ള് ആലപ്പാട് സഹകരണ സംഘത്തിന് കീഴിലുള്ള മെയിൻ തറയിൽ 60 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച സൗരോർജ്ജ പ്ലാന്റ് കമ്മീഷൻ ചെയ്യാതെ കിടന്ന് നശിക്കുകയാണ്. കൃഷി ആവശ്യത്തിനുള്ള മോട്ടോർ പമ്പിങ്ങിന് സൗരോർജ്ജം ഉപയോഗിക്കുന്നതിനായി 2022-ലാണ് സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. എത്രയും പെട്ടെന്ന് സൗരോർജ്ജ പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കണമെന്നതാണ് കോൾ കർഷകരുടെ ആവശ്യം. കൃഷി വകുപ്പിന് കീഴിൽ തൃശൂർ പൊന്നാനി കോൾ മേഖലയിൽ 100ഓളം പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് പുള്ളിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചത്. പാരമ്പര്യേതര സൗരോർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന അനേർട്ട് 60 ലക്ഷം രൂപ ചിലവഴിച്ച് 2022 ജൂണിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുകയായിരുന്നു. 144 സോളാർ പാനലുകളാണ് ഇവിടെ ഘടിപ്പിച്ചിട്ടുള്ളത്. 2022 സെപ്റ്റംബറിൽ ട്രയൽ റണ്ണും നടത്തി. റെയ്ഡ്കോയ്ക്കായിരുന്നു നിർമ്മാണ ചുമതല. എന്നാൽ ഇതുവരെയും പദ്ധതി കമ്മീഷൻ ചെയ്തില്ല. ഇതോടെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് കോൾ കർഷകരാണ്. 2 വർഷം കൊണ്ട് ഈ പ്രോജക്റ്റ് ഇവർ അനർട്ടിനെ ഏൽപ്പിക്കുകയും അനർട്ട് അത് റെയ്ഡ്കോനെ ഏൽപ്പിക്കുകയും ചെയ്തത്. അവിടെ നിന്ന് തുടങ്ങി 2 വർഷം കൊണ്ട് ഈ ഫൗണ്ടേഷനും എല്ലാ പരിപാടികളും കഴിഞ്ഞു. പിന്നെ അവർ വന്നിട്ട് ഞങ്ങൾക്ക് ട്രയൽ റൺ ഓടിച്ച് കാണിച്ചു തരികയാണ് ഉണ്ടായത്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് 9:30 മുതൽ രാവിലെ 9:30 മുതൽ 4 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ഫുള്ളായിട്ട് ഈ 50 HP മോട്ടോർ പ്രവർത്തിപ്പിക്കും. പിന്നെ ബാക്കി വരുന്ന സമയങ്ങളിലുള്ളത് KSEBിയിലേക്കും. ഞങ്ങൾക്ക് ആകെ ഒരു വർഷത്തിൽ 50 ദിവസമേ വേണ്ടൂ. ഒരു ദിവസം ഏകദേശം 3500 രൂപയോളം കറണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഈ പദ്ധതിയുടെ ചിലവ് 60 ലക്ഷം രൂപയാണ് അന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് 3 വർഷം എന്തായാലും ഞങ്ങൾക്കൊരു വർഷത്തിൽ ഒരു 10 ലക്ഷം രൂപ, ഇത് 30 ലക്ഷം രൂപ കിട്ടേണ്ടത് ഞങ്ങളുടെ നശിച്ചു പോയി. ഞങ്ങൾക്ക് ഇതിൻ്റെ നഷ്ടം ഉണ്ടായത് പരിഹരിച്ച് കിട്ടും വേണം. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് ഞങ്ങളുടെ ഒരു വരുമാന ഭാഗമാക്കിയിട്ട് മാറ്റി കിട്ടുകയും വേണം. അതാണ് ഞങ്ങളുടെ പടവ് കമ്മിറ്റിയുടെ ആവശ്യം. നിലവിൽ KSEBിയുടെ വൈദ്യുതി ഉപയോഗിച്ചാണ് മോട്ടോർ പമ്പിംഗ് നടത്തുന്നത്. കമ്മീഷൻ ചെയ്യാതെ സോളാർ വഴി വെള്ളം പമ്പ് ചെയ്യാനാകില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കർഷകർക്ക് മാത്രമല്ല KSEBിക്ക് കൂടി ഉപകാരപ്രദമായ പദ്ധതിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സൗരോർജ്ജ പ്ലാന്റിന് കീഴിലുള്ള തണൽ പ്രദേശങ്ങളിൽ നെൽകൃഷി നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കർഷകർ. നിലവിൽ ദേശാടന പക്ഷികൾക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രമായി സോളാർ പാനലുകൾ മാറിയിരിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കി സൗരോർജ്ജ പ്ലാന്റിന്റെ പ്രവർത്തനത്തിന് തുടക്കമിടണമെന്നതാണ് കോൾ കർഷകരുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ.
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കാനിരിക്കെ CPM-ന് തലവേദനയായി മുതിർന്ന CPM നേതാവ് G. സുധാകരൻ. മന്ത്രി സജി ചെറിയാനെതിരെ പാർട്ടി നടപടി എടുക്കണമെന്ന് പറഞ്ഞ സുധാകരൻ മുതിർന്ന നേതാവ് AK ബാലനെതിരെയും അമ്പലപ്പുഴ MLA H. സലാമിനെതിരെയും രംഗത്തെത്തിയിരുന്നു. പല ഘട്ടങ്ങളിലും പാർട്ടിക്ക് തലവേദന സൃഷ്ടിച്ച പ്രസ്താവനകൾ നടത്തിയിരുന്ന സുധാകരന്റെ പുതിയ പരാമർശങ്ങളാണ് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയ സുധാകരൻ സർക്കാരിനെതിരെയും കടന്നാക്രമിച്ചു. ഞാൻ പാർട്ടിക്ക് അകത്താ, പാർട്ടിയോട് ചേർന്ന് പോകുന്ന ഞാൻ ഘടക കക്ഷിയല്ല. സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാം. സജി ചെറിയാൻ ഇത് പാർട്ടിയെ ആലപ്പുഴ പാർട്ടി നശിക്കാതിരിക്കണമെങ്കിൽ ആഗ്രഹമുണ്ട്. ഞാനും ഒരു പങ്ക് വഹിച്ചതാണ്. ഞങ്ങളുടെ വീട്ടിലെ ഒരു തുള്ളി ചോര ഇതിൽ വീണതാണ്. ഞാൻ മാറിയിട്ടില്ല, ഞാൻ മാറത്തില്ല. അന്നത്തെപ്പോലെ തന്നെ ഞാൻ ഇപ്പോഴും ലളിത ജീവിതം നയിക്കുന്നു. ഞാൻ പൈസ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. തനിക്കെതിരെ പ്രസ്താവന നടത്തിയ സജി ചെറിയാനെതിരെ പാർട്ടി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ സുധാകരൻ സർക്കാരിനെതിരെയും ഒളിയമ്പുകളെയ്തു. മൂന്നാം പിണറായി സർക്കാർ ലക്ഷ്യമിടുന്ന LDF-ന് അത് നേടാൻ കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. മുതിർന്ന നേതാവ് AK ബാലനുമുണ്ടായിരുന്നു സുധാകരന്റെ ശകാരം. അതേസമയം സുധാകരന്റെ പ്രതികരണത്തിനെതിരെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ, അമ്പലപ്പുഴ MLA H. സലാം എന്നിവർ രംഗത്തെത്തി. ഇരുവരും സജി ചെറിയാന് പിന്തുണ അറിയിച്ചാണ് സംസാരിച്ചത്. G. സുധാകരന് എന്തു സംഭവിച്ചു എന്നറിയില്ലെന്ന് പറഞ്ഞ H. സലാം MLA സജി ചെറിയാനെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ലെന്നും G. സുധാകരന്റെ ഓരോ പ്രസ്താവനയ്ക്കും വ്യക്തമായ ഉദ്ദേശമുണ്ടെന്നും പ്രതികരിച്ചു. കാലം ഏതായാലും ആ കാലത്തിനിടയിൽ നിന്ന് പാർട്ടിയെ വളർത്താൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു സാധാരണ പാർട്ടി അംഗത്തിൻ്റെയും പാർട്ടി നേതാക്കളുടെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പം അതിന് വിഘ്നമുണ്ടാകുന്ന തരത്തിലേക്കുള്ള വിപരീത ചെലവ് കാലത്ത് ഉണ്ടാവുന്നു എന്ന് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സജി ചെറിയാനെതിരായ G. സുധാകരന്റെ പ്രതികരണം ശരിയല്ല എന്ന നിലപാടായിരുന്നു CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസറിന്. G. സുധാകരൻ KPCCയുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതിൽ പ്രശ്നമില്ല. പക്ഷേ അതിൽ നടത്തിയ പ്രതികരണമാണ് പ്രശ്നം. ഇതിനുശേഷമാണ് സൈബർ ആക്രമണം തുടങ്ങിയത്. സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. സൈബർ ആക്രമണം പാടില്ലാത്തതാണ്. സജി ചെറിയാൻ മന്ത്രി മാത്രമല്ല, പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണെന്നും പാർട്ടിയിലായിരുന്നു വിമർശനം പറയേണ്ടിയിരുന്നതെന്നും നാസർ കൂട്ടിച്ചേർത്തു. സ്വാഭാവികമായിട്ടും അവരും പാർട്ടി മെമ്പർമാരുണ്ടായിരുന്നു. സുധാകർ സാബ് അത് പറയുന്നതാണ്, അവർ പാർട്ടി മെമ്പർമാരുടെ സഹായമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നമ്മൾ വിശദീകരണം ചോദിക്കുകയും അവരെ തിരുത്താൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തു. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ സുധാകരൻ പല മണ്ഡലങ്ങളും LDF വിജയിക്കില്ല എന്ന് പറയാതെ പറഞ്ഞു. നിരന്തരമായി സുധാകരൻ ഉയർത്തുന്ന വിമർശനങ്ങൾ പാർട്ടിക്ക് കൂടുതൽ തലവേദന സൃഷ്ടിക്കുമ്പോഴാണ് സുധാകരന്റെ പുതിയ വിവാദ പരാമർശങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കാനിരിക്കെ CPM-ന് ഇത് കൂടുതൽ ബാധ്യതയുണ്ടാക്കുമെന്ന് ഉറപ്പ്. അമൃത ന്യൂസ്, ആലപ്പുഴ. 2026 ഹജ്ജ് തീർത്ഥാടകർക്ക് ബാധകമായ ആരോഗ്യ വ്യവസ്ഥകളും ഹാജിമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങളും സൗദി ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കുകയും ആ മാർഗനിർദ്ദേശം സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം വിദേശ രാജ്യങ്ങളെ അറിയിക്കുകയും ചെയ്തു. വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച സർക്കുലർ പ്രകാരം എല്ലാ രാജ്യങ്ങളും ഹജ്ജ് ചെയ്യുന്ന തങ്ങളുടെ പൗരന്മാർ ശാരീരികമായി മാനസികപരമായി ആരോഗ്യമുള്ളവരാണെന്നും തീർത്ഥാടന വേളയിൽ അവരുടെയോ മറ്റുള്ളവരുടെയോ ആരോഗ്യത്തെ ബാധിക്കുന്ന പകർച്ചവ്യാധികളടക്കമുള്ള അവസ്ഥകളിൽ നിന്ന് ഹാജിമാർ മുക്തരാണെന്ന് സ്ഥിരീകരിച്ച് തീർത്ഥാടകരുടെ രാജ്യം മെഡിക്കൽ അധികാരികളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് നിർബന്ധമാണ്. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ മെഡിക്കൽ ഫിറ്റ്നസ് വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കണം. തീർത്ഥാടകർ COVID-19, മെനിഞ്ചൈറ്റിസ്, പോളിയോ, മഞ്ഞപ്പനി എന്നിവയ്ക്കെതിരെയായ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതുണ്ട്. ദിവസത്തെ യൂറോപ്യൻ പര്യടനത്തിനായി സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി യാത്ര തിരിച്ചു. അമൃതപുരിയിൽ നിന്ന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ അമ്മയെ യാത്രയേക്കാൻ 100 കണക്കിന് പേരാണ് എത്തിയത്. ഈ മാസം 17 മുതൽ നവംബർ 25 വരെയാണ് അമ്മയുടെ യൂറോപ്യൻ പര്യടനം. യൂറോപ്പിലേക്കുള്ള അമ്മയുടെ യാത്ര അമൃതപുരിയിൽ നിന്നും ആരംഭിച്ചപ്പോൾ ഏറെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് അമൃതപുരി സാക്ഷ്യം വഹിച്ചത്. ഒരു നിമിഷം പോലും വേർപിരിഞ്ഞു നിൽക്കാൻ കഴിയാത്ത മക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നു അമ്മയുടെ യാത്ര. ആ സ്നേഹം വിട്ടുനൽകാനാകാതെ അമ്മയെന്നുറക്കെ വിളിച്ച് അവർ അമ്മയെ കൊച്ചി വിമാനത്താവളത്തിലേക്ക് യാത്രയാക്കി. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലും അമ്മയെ കാണാൻ നിരവധി മക്കളാണ് കാത്തുനിന്നത്. അവരുടെയെല്ലാം സ്നേഹമേറ്റുവാങ്ങി അമ്മ യൂറോപ്പിലേക്ക് യാത്ര തിരിച്ചു. ഒക്ടോബർ 17 മുതലാണ് അമ്മയുടെ യൂറോപ്യൻ സന്ദർശനം.
സ്വിറ്റ്സർലാൻഡ്, സ്പെയിൻ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, UK, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് അമ്മ സന്ദർശിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം അമ്മയുടെ നേതൃത്വത്തിൽ സത്സംഗം, ധ്യാനം, ഭജന എന്നിവ നടക്കും. അമ്മയെ കാണാനെത്തുന്ന എല്ലാ മക്കൾക്കും അമ്മ ദർശനം നൽകും. കൂടാതെ വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നടക്കും. മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി അടക്കമുള്ള മുതിർന്ന സന്യാസ ശിഷ്യരും ബ്രഹ്മചാരിമാരും ആശ്രമ അന്തേവാസികളും അമ്മയെ അനുഗമിക്കുന്നുണ്ട്. സ്നേഹത്തിന് ഭാഷയുടെയോ ദേശങ്ങളുടെയോ അതിർവരമ്പുകളില്ല എന്നതിനുള്ള തെളിവാണ് അമ്മയുടെ ഓരോ വിദേശയാത്രകളും. അമ്മയുടെ വരവ് അറിയുമ്പോൾ തന്നെ മക്കളുടെ മനസ്സിൽ ഉത്സവമേളമാണ്. അമ്മയെ ഒന്ന് കാണാൻ, ആ സ്നേഹം ആവോളം അനുഭവിച്ചറിയാൻ അവർ കാത്തിരിക്കുകയാണ്. ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പകരുന്ന നിർമ്മല സ്നേഹത്തിന്റെ തളിർക്കാറ്റ് വീശുമ്പോൾ മക്കളുടെ കണ്ണുകൾ അറിയാതെ ഈറനണിയും. 5 വർഷങ്ങൾക്കു ശേഷമാണ് ഇപ്പോൾ അമ്മ മക്കളെ കാണാനായി യൂറോപ്പിലേക്ക് വീണ്ടും യാത്ര തിരിച്ചത്. ഒക്ടോബർ പകുതിയോടെ ആരംഭിച്ച് നവംബർ അവസാനത്തോടെ യൂറോപ്യൻ പര്യടനം പൂർത്തിയാക്കും. 8 രാജ്യങ്ങളിലെ 10 നഗരങ്ങളിലൂടെയാണ് ഇത്തവണ അമ്മയുടെ യാത്ര. ഒക്ടോബർ 17 മുതൽ 19 വരെ സ്വിറ്റ്സർലാൻഡ്, 21 മുതൽ 23 വരെ സ്പെയിൻ. ഒക്ടോബർ 26 മുതൽ 27 വരെ അമ്മയുടെ സന്ദർശനം ഫിൻലാൻഡിലാണ്. തുടർന്ന് 29 മുതൽ നവംബർ 5 വരെ ഫ്രാൻസ് സന്ദർശിക്കും. പിന്നീട് അമ്മ ജർമ്മനിയിലേക്ക് യാത്ര തിരിക്കും. അവിടെ നിന്നും ഇറ്റലി, UK, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളിലും അമ്മ മക്കളെ കാണാനായി എത്തും. മനുഷ്യനിർമ്മിതമായ എല്ലാ വേർതിരിവുകൾക്കിടയിലും എല്ലാവരുടെയും ഉള്ളിലും നിർമ്മലമായ സ്നേഹം കൊതിക്കുന്ന ഒരു കുട്ടിയുണ്ടെന്ന് അമ്മ പറയാറുണ്ട്. ആ നിർമ്മല സ്നേഹമാണ് അമ്മ മക്കൾക്ക് പകർന്നു നൽകുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. കേരളത്തിന്റെ സാംസ്കാരിക തനിമ വീണ്ടെടുക്കാൻ സന്യാസി ശ്രേഷ്ഠന്മാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്രയ്ക്ക് ഇടുക്കി ജില്ലയിൽ സ്വീകരണം നൽകി. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി രക്ഷാധികാരിയായി കേരള മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സന്ദേശയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. സന്യാസിമാർ നയിക്കുന്ന ധർമ്മസന്ദേശ യാത്രയോടനുബന്ധിച്ച് കട്ടപ്പന കല്ലറയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ ഹിന്ദു നേതൃസമ്മേളനം നടന്നു. സമ്മേളനത്തിൽ ജില്ലയിലെ വിവിധ സമുദായ സംഘടനാ പ്രതിനിധികളും ആധ്യാത്മിക ആചാര്യന്മാരും പങ്കെടുത്തു. ഹൈന്ദവ സമാജം നേരിടുന്ന വിവിധ വിഷയങ്ങൾ, ആനുകാലിക സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചർച്ച നടത്തി. ഹിന്ദു നേതൃസമ്മേളനത്തിൽ സ്വാമി ചിദാനന്ദപുരി ധർമ്മസന്ദേശം നൽകി. എങ്കിൽ തന്നെയും മാറുന്ന കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ പരിശ്രമിച്ച് സമാജത്തെ കൂടുതൽ സമ്പന്നതയിലേക്ക് നയിക്കാൻ ഓരോ സംഘടനാ പ്രവർത്തകരും പ്രയത്നിക്കണം എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. കട്ടപ്പനയിൽ നടന്ന സമ്മേളനത്തിൽ സ്വാമി അയ്യപ്പദാസ് അധ്യക്ഷത വഹിച്ചു. സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി, സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ, സ്വാമി വിശ്വബ്രഹ്മ ശങ്കരാചാര്യർ പീഠാധീശ്വർ, സ്വാമി സാധുകൃഷ്ണാനന്ദ സരസ്വതി, സ്വാമി ശിവധർമാനന്ദ സരസ്വതി, ധർമ്മസന്ദേശയാത്ര സ്വാഗത സംഘം ചെയർമാൻ CK ശശി തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 7-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ധർമ്മസന്ദേശയാത്ര 21-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. അമൃത ന്യൂസ്, ഇടുക്കി. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ ആതിഥേയ നഗരമായി അഹമ്മദാബാദിനെ ശുപാർശ ചെയ്തു. കോമൺവെൽത്ത് സ്പോർട്സ് എക്സിക്യൂട്ടീവ് ബോർഡാണ് ശുപാർശ ചെയ്തത്. ഇത് സംബന്ധിച്ച തീരുമാനം നവംബറിലുണ്ടാകും. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് സ്പോർട്സ് ജനറൽ അസംബ്ലിയിലാകും തീരുമാനമുണ്ടാവുക. കോമൺവെൽത്ത് സ്പോർട്സ് ഇവാലുവേഷൻ കമ്മിറ്റി മേൽനോട്ടം വഹിച്ച വിശദമായ പ്രക്രിയയെ തുടർന്നാണ് അഹമ്മദാബാദിനെ ശുപാർശ ചെയ്തത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും.